ஒரு ஓட்டு ஐடி முகத்தை காட்டாம ஓட்டு போறாங்க. எப்படி அது முடியும்? நீங்க பார்க்கணும் பார்க்கறாங்க. நீங்க பார்க்கற அவசியம் இல்ல. நீங்க கரெக்ட்டா நீங்க பார்க்கல யாராவது உங்களுக்கு என்ன செய்யறது? இந்த போட்டோ இருக்கு. ഇത് ഇന്ന് തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഹിജാബ് അണിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ പോളിംഗ് ബൂത്തിലെത്തി. ഈ മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് കണ്ടതോടെ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന BJP ബൂത്ത് ഏജന്റായ ഗിരിരാജന് കുരുപൊട്ടി. ഗിരിരാജന് കുരുപൊട്ടി എന്ന് മാത്രമല്ല, ആ കുരു പൊട്ടി ഒലിക്കുകയും ചെയ്തു. നിങ്ങൾ ഹിജാബ് അണിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്നും ഹിജാബ് അണിഞ്ഞാൽ നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ വളരെ വലിയ ആക്രോശമാണ് ഗിരിരാജൻ ആ പോളിംഗ് ബൂത്തിൽ നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് പറയുന്നുണ്ട്, ഇതൊന്നും പ്രശ്നമില്ല, ആ സ്ത്രീയുടെ മുഖം കാണുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടും BJPയുടെ ബൂത്ത് ഏജന്റായ ഗിരിരാജൻ ആ മുസ്ലിം സ്ത്രീയെ പറ്റിയും അവരുടെ ഹിജാബിനെ പറ്റിയും ആക്രോശിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ ബൂത്തിലുണ്ടായിരുന്ന DMK ബൂത്ത് ഏജന്റും മറ്റുള്ളവരും ചേർന്ന് സംഭവത്തിൽ ഇടപെടുകയും BJPയുടെ ഈ ബൂത്ത് ഏജന്റായ ഗിരിരാജനെ ബൂത്തിൽ നിന്ന് മാറ്റി മറ്റൊരു ബൂത്ത് ഏജന്റിനെ ബൂത്തിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ വീഡിയോ വളരെ വൈറലായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മേലൂരിലെ അൽ അമീൻ സ്കൂളിലാണ് ഹിജാബ് എത്തിയ മുസ്ലിം സ്ത്രീ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ബൂത്തിലെ BJP ഏജന്റായ ഗിരിരാജൻ വലിയ ബഹളവും ആക്രോശവും നടത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വലിയ രൂക്ഷ വിമർശനമാണ് ഗിരിരാജനെതിരെയും BJPക്കെതിരെയും ഉയരുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. എന്നാൽ താൻ തമിഴ്നാട്ടിലും ഇത്തരത്തിലൊരു വിഷയം നടത്തിയാൽ താൻ തമിഴ്നാട്ടിൽ വലിയ ഹീറോ ആയി മാറുമെന്നാണ് ഗിരിരാജൻ കരുതിയിരുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഗിരിരാജന്റെ ഈ വീഡിയോക്കെതിരെ വളരെ രൂക്ഷ പ്രതികരണമാണ് നടത്തുന്നത്. ഇവിടെ ഏവർക്കും ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവകാശമുണ്ട്. ഗിരിരാജനും BJPയും ഒന്നും അതിൽ ഇടപെടേണ്ട എന്നാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ മാത്രമല്ല, മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അടക്കം ഈ വിഷയത്തിൽ ഗിരിരാജനെതിരെയും BJPക്കെതിരെയും വലിയ വിമർശനവുമായി വന്നിരുന്നു. എന്തിനേറെ സംസ്ഥാനത്ത് BJPയുടെ സഖ്യകക്ഷിയായ AIDMKയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അതൃപ്തിയുണ്ട്. എന്തിനാണ് ഗിരിരാജൻ ഇത്തരത്തിൽ പർദ്ദ വലിയ വിവാദമാക്കിയത് എന്നും തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം വിലപോവില്ലെന്ന് ഗിരിരാജന് അറിയില്ല എന്നുമാണ് AIDMKയിലെ തന്നെ ചില നേതാക്കൾ ചോദിക്കുന്നത്. ഏതായാലും ഹിജാബ് വിഷയത്തിൽ താൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയപ്പോൾ താൻ തമിഴ്നാട്ടിൽ ഒരു ഹീറോയാകുമെന്ന് കരുതിയ ഗിരിരാജൻ തമിഴ്നാട്ടിൽ ഇപ്പോൾ സീറോയായിരിക്കുകയാണ്. സീറോയായി എന്ന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഗിരിരാജനെതിരെയും BJPയുടെ നിലപാടിനെയും സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി പഞ്ഞിക്കിടുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഹിജാബ് അണിഞ്ഞു വന്ന മുസ്ലിം സ്ത്രീയെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത ഗിരിരാജനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തമിഴ്നാട്ടിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഷോ ഓഫ് കാണിച്ചാൽ താൻ തമിഴ്നാട്ടിൽ വലിയ ഹീറോയാവുമെന്ന് കരുതിയ ഗിരിരാജന് തമിഴ്നാടിന്റെ മക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നല്ല കിടിലൻ മറുപടി നൽകുന്നുണ്ട്. ഇതിനൊക്കെ പുറത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിയമ നടപടികളും ഗിരിരാജനെ കാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.